കൂട്ടുകാരെ, എന്നാണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്ന യെശയ്യാവ് 58:11 നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത തേനരുവി പോലെയും ആകും നീർ. അപ്പം ഈശോയുടെ വചനം അനുസരിച്ച് ഈശോയുടെ ഒത്തു നിൽക്കുന്ന മക്കൾക്ക് അവർക്ക് വരുന്ന അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവുണ്ടാവത്തില്ല. അതായത് വറ്റാത്ത ഒരു അരുവി, തേനരുവി പോലെ ആയിത്തീരും. ഒന്നിനും ഒരു കുറവ്, അതായത് ഒരിക്കലും ഇപ്പോൾ ഒരു വറ്റാത്ത കിണറുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് വേനലാണോ ഇതാണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല, എപ്പോഴും അതിന് സമൃദ്ധി ഉണ്ടാവും. അതുപോലെ ജീവിതത്തിൽ ഈശോയെ ആശ്രയിക്കുന്ന മക്കൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, ജോലിയുടെ മേഖലയിലും, പഠനത്തിൻ്റെ മേഖലയിലും, ഭവനത്തിൻ്റെ സാമ്പത്തിക മേഖലയിലും എല്ലാം എന്താവും, നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഇച്ചിരി ടൈറ്റ് ആയിരിക്കാം, പക്ഷെ ഈശോയെ ആശ്രയിക്കുന്ന മക്കൾക്ക് ഉറപ്പായിട്ടും അവരുടെ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ ഒഴുക്ക്, അഭിഷേകം അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരും എന്നാണ് ഈ വചനം നമുക്ക് ഉറപ്പ് തരുന്നത്. അപ്പോൾ ഈ വചനത്തിലൂടെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ, തേനരുവി പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ അഭിഷേകത്തിൻ്റെ, നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ തലമുറയിലേക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ട് വരണമേ. നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം. യാക്കോബിനെ പോലെ അനുഗ്രഹം ചോദിച്ച് മേടിക്കുക. നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം ഈശോയെ. അപ്പോൾ ഈ വചനത്തിലൂടെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബൈ.